ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 62ാമത്തെ പാർട്ടാണ്. ഇന്നും നമുക്ക് ഒരു പാർട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? ഞങ്ങൾ നാളെ ഇറങ്ങും. അത് പറഞ്ഞതത്തൻ ഭക്ഷണം കഴിക്കുന്ന നിർത്തി എണീറ്റോ? പറഞ്ഞേ കൂടെ കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചോ? അപ്പോൾ നീ മുത്തശ്ശി അവസാന പ്രതീക്ഷയോട് ചോദിച്ചു. നാളെ രാവിലെ ഞാൻ ഇവിടെ നിന്നും പോകുന്നുണ്ടെങ്കിൽ കൂടെ എൻ്റെ ഭാര്യയും ഉണ്ടാകും. മറ്റു ചോദ്യങ്ങൾക്ക് കാത്തു നിൽക്കാതെ ദത്തൻ കൈ കഴുകി റൂമിലേക്ക് പോയി. എങ്ങോട്ട് പോകുന്ന കാര്യമാണ് ദത്ത പറയുന്നേ? ഒന്നും മനസ്സിലാവാതെ ഭദ്രയും ശീലവും ചോദിച്ചു. ദേവനും പറഞ്ഞ മോളും നാളെ രാവിലെ നാട്ടിലേക്ക് പോവാത്രേ. ചെറിയമ്മ പറഞ്ഞു. ഭദ്രയുടെ ശീലുവിൻ്റെ മുഖം മങ്ങി. അവർ പറഞ്ഞോട് പോകണ്ട എന്ന് പറഞ്ഞു ഒരുപാട് വാശി പിടിച്ചു. 5 ദിവസം കഴിഞ്ഞാൽ തിരികെ വരുമെന്നൊക്കെ വർണ്ണ തന്നെ അവരെ സമാധാനിപ്പിച്ചു. പരാതിയും പരിഭവം പറച്ചിലൊക്കെ കഴിഞ്ഞ് വർണ്ണ റൂമിലെത്തുമ്പോൾ നേരം ഒരുപാട് വൈകിയിരുന്നു. അവൾ റൂമിലേക്ക് വരുമ്പോൾ ദത്തൻ ജനലിനരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവൾ ഡോർ ലോക്ക് ചെയ്ത് അവൻ്റെ അരികിലേക്ക് വന്നു. ദത്ത, അവൾ അവനെ പിന്നിൽ നിന്ന് ചുറ്റിപ്പിടിച്ചു. ആ വന്നോ? എൻ്റെ കുഞ്ഞ് എവിടെയായിരുന്നു ഇത്ര നേരം? വർണ്ണയെ തൻ്റെ മുന്നിലേക്ക് പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. ഞാൻ താഴെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നമ്മൾ പോകുന്നില്ല, സങ്കടാദത്ത. അപ്പോൾ പിന്നെ എന്തിനാ നമ്മൾ പോകുന്നേ? പോവണം കുഞ്ഞെ, അത്യാവശ്യമായ കാര്യമാണ്. നമ്മളെ നാട്ടിലേക്കല്ലേ പോവാദത്ത? അവൾ കണ്ണുവിടർത്തി ആകാംക്ഷയോട് ചോദിച്ചു. അതെ. അവനൊന്നും പതറി. നമ്മുടെ കുഞ്ഞ വീട്ടിൽ നമ്മൾ രണ്ടുപേരും മാത്രം നല്ല രസമായിരിക്കുമല്ലേ ദത്ത? നീ എൻ്റെ കൂടെ ഇന്നും ഉണ്ടാവണേ ദത്ത? അതിന് മറുപടി ഒന്നും പറയാതെ നിൽക്കുകയാണ് ദത്തൻ ചെയ്തത്. എന്താ നിനക്ക് പറ്റിയേ? എന്തെങ്കിലും സങ്കടം ഉണ്ടോ? അവൻ്റെ മുഖഭാവം കണ്ട് വർണ്ണ ചോദിച്ചു. ദത്തനൊന്നും മിണ്ടാതെ അവളുടെ മുഖം കയ്യിലെടുത്ത് കണ്ണെടുക്കാതെ അവളെ നോക്കി നിന്നു. നീ ഇല്ലാതെ ഈ 5 ദിവസം ഞാൻ എങ്ങനെ ജീവിക്കാനാടാ? എന്നെ കൊണ്ട് അതിന് പറ്റത്തില്ല. നിന്നോട് കള്ളം പറഞ്ഞതിന് ദത്തനോട് ക്ഷമിക്കടാ. ദത്തൻ അവിടെ കണ്ണുകളിൽ നോക്കി മനസ്സിൽ പറഞ്ഞു. ദത്ത, എന്താ കാര്യം? എന്തിനെങ്ങനെ നോക്കണേ? എനിക്കെന്തോ പോലെ തോന്നാ. അവൾ കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു. ദത്തന് ചിരി വന്നു. എന്തുപോലെ തോന്നാന്ന്? അവൻ കുസൃതിയോടെ അവളുടെ മൂക്കിൽ തൻ്റെ മൂക്കുരച്ചിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, അവൾ തല വെട്ടിച്ചു പറഞ്ഞു. അവനൊരു ചിരിയോടെ ഫ്ലോറിലേക്ക് മുട്ടുകുത്തിയിരുന്നു. അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് വയറിലേക്ക് മുഖം ചേർത്തിരുന്നു. വർണ്ണ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും ശേഷം അവൾ 2 കൈകൾ കൊണ്ട് അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ദേവു. ദത്ത കുഞ്ഞേ, പറയ് ദത്ത. കുറച്ചു കാലം കഴിഞ്ഞിട്ട്, അതായത് എൻ്റെ കുട്ടിയുടെ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഇവിടെ ഉണ്ടല്ലോ, എനിക്കൊരു കുഞ്ഞു ദത്തനെയോ കുഞ്ഞു പറഞ്ഞേ തരുമോ? അവളുടെ ടോപ്പ് കുറച്ച് ഉയർത്തി അവളുടെ വയറിൽ ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചു. വർണ്ണ ഒന്ന് ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് 2 അടി നീങ്ങി. തരുമോടാ? അവൻ വീണ്ടും അവളെ നോക്കി ചോദിച്ചു. വർണ്ണയുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. അവൾ അവൻ്റെ അടുത്തായിരുന്നു. അവൻ്റെ മുഖം കയ്യിൽ എടുത്ത് നെറ്റിയിലായി ഉമ്മ വെച്ചു. സമയം ഒരുപാടായി, എൻ്റെ കുഞ്ഞ് ഉറങ്ങിക്കോ. ദത്തൻ അവളെ താഴെ നിന്ന് എണീപ്പിച്ച് ബെഡിലേക്ക് കിടത്തി. ദത്ത, അവൾ 2 കൈകൾ നീട്ടി അവനെ വിളിച്ചു. ദത്തൻ ലൈറ്റ് ഓഫ് ചെയ്ത് അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് കമഴ്ന്ന് കിടന്നു. നിനക്കെന്തോ സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം ദത്ത. എന്താണെങ്കിലും വേഗം മാറും കേട്ടോ. അവൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് വർണ്ണ പറഞ്ഞു. കുറച്ചു നേരം അങ്ങനെ കിടന്നു ദത്തൻ. എങ്കിലും ഉറക്കം വന്നില്ല. അവൻ പതിയെ എണീറ്റ് ബെഡിലിരുന്നു. വർണ്ണ അപ്പോഴേക്ക് ഉറങ്ങിയിരുന്നു. ദത്തൻ ശബ്ദമുണ്ടാക്കാതെ എണീറ്റ് ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. അവൻ നേരെ പോയത് പാർത്തിയുടെ റൂമിലേക്കാണ്. നീ ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലേ പാർത്തി? വാതിൽ തുറന്ന് ദത്തൻ അകത്തേക്ക് കയറി. ഇല്ല, കുറച്ച് വർക്കുണ്ടായിരുന്നു. നീ എന്ത് ചെയ്യും നേരത്ത്? പാർത്തി ചെയറിൽ നിന്ന് എണീറ്റ് സംശയത്തോടെ ചോദിച്ചു. എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ ദേവാ? പാർത്തി ബെഡിൽ ദത്തൻ്റെ അരികിലായിരുന്നു. അത് പിന്നെ നാളത്തെ എൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ടാണ്. എല്ലാവരും വിചാരിക്കുന്ന പോലെ അത് പപ്പയുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതല്ല.
പിന്നെ ഞാൻ വീണ്ടും സർവീസിൽ കയറാൻ തീരുമാനിച്ചു. 4 വർഷത്തെ ലോങ് ലീവല്ലേ, അതുകൊണ്ട് തിരുവനന്തപുരത്ത് നേരിട്ട് പോയി കുറച്ച് പേപ്പർ വർക്ക് നടത്തണം. സെൻട്രൽ സർവീസ് അല്ലേ, അതുകൊണ്ട് കാര്യങ്ങളൊന്ന് സ്പീഡപ്പ് ആക്കാനാണ്. അപ്പോൾ വീണ്ടും ദേവദത്തൻ കാക്കിയിടാൻ പോകുന്നതെന്ന് ചുരുക്കം, പാർത്തി ചിരിയോടെ പറഞ്ഞു. അങ്ങനെയും പറയാം. അപ്പോൾ പറഞ്ഞ തൃശ്ശൂരിൽ അവളുടെ അമ്മായിയുടെ വീട്ടിൽ തിരുവനന്തപുരത്തേക്ക് പോകാനാണോ പ്ലാൻ? അവിടെ നിന്ന് ഡൽഹിക്ക്? അപ്പോൾ ഇതിനാണോ 5 ദിവസം മീറ്റിംഗ് എന്നൊക്കെ വർണ്ണയ്ക്ക് അറിയോ ഇത്? ഇല്ല, അവളുടെ കൂടെ ഞാനും ഉണ്ടാകുന്ന അവളുടെ വിചാരം. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ചിലപ്പോൾ കൂടെ വരില്ല. അതെന്തായാലും നന്നായി. നീ തിരിച്ച് സർവീസിൽ കയറിയിട്ട് വേണം ചിലരെയൊക്കെ പൂട്ടാൻ. ആ പഴയ തെളിവുകളും ഡോക്യുമെൻറ്റും നിൻ്റെ കയ്യിൽ സേഫായിട്ടുണ്ടല്ലോ അല്ലേ? അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഭദ്രമായി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഗുഡ്. നാളെ രാവിലെ തന്നെ ഇറങ്ങില്ലേ? ആ, ഇറങ്ങും. എന്നാൽ നീ വർക്ക് നോക്കിക്കോ, ഞാൻ റൂമിലേക്ക് പോവാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ദത്തൻ തിരിഞ്ഞു പറഞ്ഞതും പാർത്തിയുടെ ചുണ്ടിൽ ഗൂഢമായൊരു പുഞ്ചിരി തെളിഞ്ഞു. റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ദത്തൻ്റെ മുഖത്തും അതേ ചിരി ഉണ്ടായിരുന്നു. ദത്തൻ റൂമിലേക്ക് വരുമ്പോൾ വർണ്ണ താടിക്കും കൈ കൊടുത്ത് ബെഡ് റെസ്റ്റ് ചാരി ഇരിക്കുകയായിരുന്നു. നീ ഉറങ്ങിയില്ലേ ദേവുട്ടിയെ? ദത്തൻ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഉറങ്ങി, പിന്നെ എണീറ്റു. നീ എവിടേക്കാ പോയേ? ഞാൻ വെള്ളം കുടിക്കാൻ പോയതാ. ദത്തൻ അവളുടെ അരികിലായി കിടന്നു. കൂടെ അവൻ്റെ നെഞ്ചിൽ തല വെച്ച് പറഞ്ഞു. ഉറക്കം വരുന്നില്ലേ ദത്ത? കണ്ണ് തുറന്ന് മുകളിലേക്ക് നോക്കിക്കൊടുക്കണം ദത്തനെ നോക്കി വർണ്ണ ചോദിച്ചു. ഉറക്കം വരുന്നില്ലടാ, അവളെ ചേർത്ത് പിടിച്ച് ദത്തൻ പറഞ്ഞു. എന്നാൽ ഞാനൊരു പാട്ട് പാടിത്തരട്ടെ ദത്ത? അതിനെൻ്റെ കുട്ടിക്ക് പാട്ടൊക്കെ പാടാറിയോ? പിന്നല്ലാതെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത്തിമരത്തിലെ പൊത്തിലെ തത്തമ്മയുടെ പാട്ട് പാടിയിട്ട് എനിക്കൊരു സോപ്പ് കിട്ടി, സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. പറഞ്ഞ സുമ്മാവാ? ആണോ? എന്നിട്ടെന്താ? കുളിക്കാത്ത എനിക്ക് എന്തിനാ സോപ്പ് കിട്ടി? ഞാനത് ടീച്ചർക്ക് തന്നെ കൊടുത്തു. എന്നിട്ട് അതിന് പകരം ചായ കുടിക്കാനുള്ള ചെറിയ ഗ്ലാസ് മാറ്റി വാങ്ങിച്ചു. ഞാനാരാ മോള്? എടി ഭയങ്കരി. അല്ല, ഫസ്റ്റ് പ്രൈസാണോ കിട്ടിയേ? ഏയ് അല്ല, പാട്ടുപാടി എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരുന്നു, അങ്ങനെ കിട്ടിയതാ. അവളത് പറഞ്ഞതും ദത്തൻ ചിരിക്കാൻ തുടങ്ങി. വെറുതെ കളിയാക്കണ്ട കേട്ടോ ദത്ത, നിനക്ക് എൻ്റെ പാട്ട് കേൾക്കണോ വേണ്ടയാ? അവൾ ദേഷ്യത്തിൽ ചോദിച്ചു. പിന്നല്ലാതെ, എൻ്റെ കൂട്ടി പാടിക്കേ, ഞാൻ കേൾക്കട്ടെ. ദത്തൻ അത് പറഞ്ഞതും വർണ്ണ ശബ്ദം ശരിയാക്കി പാടാൻ തുടങ്ങി. നീയൻ സംഗീതം, നീയൻ സല്ലാപം, നീയൻ ശ്രീരാഗം, അലഞ്ഞൊറിയും അനുരാഗം. ഏതാ പാട്ടൊന്നും മനസ്സിലായില്ലേ? എനിക്ക് ഇത്രയൊക്കെ പാടാക്കെ അറിയുള്ളൂ കേട്ടാ. പിന്നെ ഈ മൂവി കണ്ടതിന് ശേഷം എഴുതിയ സ്റ്റോറി ആയ കാരനാണ് എപ്പോഴും KGF പാട്ട് മാത്രമേ വരാറുള്ളൂ, അതുകൊണ്ടാട്ടാ. വർണ്ണ അത്യാവശ്യം ശ്രുതിയും താളമൊക്കെ ചേർത്ത് പാടി നിർത്തി. അവൾ ദത്തൻ്റെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി നോക്കിയതും 2 ചെവിയും പൊത്തി പിടിച്ചു കിടക്കുന്ന ദത്തനെയാണ് കണ്ടത്. ആ പാട്ടിനെ നീ കൊന്നു കളഞ്ഞൂല്ലോ ദേവൂട്ടാ. അവൻ കളിയാക്കിയതും വർണ്ണ മുഖം വീർപ്പിച്ച് ബെഡിൽ എണീറ്റിരുന്നു. എൻ്റെ ഉറക്കം കളഞ്ഞ് നിനക്ക് പാട്ട് പാടി തന്നെ എനിക്കിത് തന്നെ വേണം. എന്നെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, മര്യാദയ്ക്ക് കിടന്നുറങ്ങേണ്ട കാര്യം എനിക്കുള്ളൂ. വെറുതെ നിന്നെ ഉറക്കാൻ നോക്കി. അവൾ പിണങ്ങി തിരിഞ്ഞു കിടന്നു. അയ്യേ, അപ്പോഴേക്കും ദത്തൻ്റെ കുഞ്ഞിപ്പെണ്ണ് പിണങ്ങിയ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. പാട്ട് നല്ല രസമുണ്ട്, വരികളെല്ലാം ശരിയാണെങ്കിലും കുറച്ച് താളം തെറ്റിയതൊഴിച്ചാൽ വളരെ വളരെ മോശം, അല്ല വളരെ വളരെ നന്നായിരുന്നു. നീ എന്നെ കളിയാക്കല്ലട തെണ്ടി. തെണ്ടിയാ? എവിടുന്നാടി നിനക്ക് ഈ വക വാക്കുകൾ കിട്ടണേ? മര്യാദയ്ക്ക് നല്ല ഭാഷയ്ക്ക് സംസാരിച്ചോണം. പെട്ടെന്ന് ദത്തൻ്റെ മുഖം മാറി. അപ്പം നീയോ? നീ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ കുറേ തരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. എന്തു വെച്ചിട്ട് ഞാൻ ചെയ്യുന്നൊക്കെ നീ ചെയ്യോ? ചെയ്യോന്ന്? ഈ വക വാക്കുകൾ ആരുടെ അടുത്ത് നിന്ന് പഠിച്ചാണെങ്കിലും ശരി, ഇനി നിന്റെ വായിൽ നിന്ന് കേട്ടാ നീ എൻ്റെ തനി സ്വഭാവം അറിയും. ദത്തൻ്റെ ശബ്ദം ഉയർന്നു. വർണ്ണ തലയാട്ടിക്കൊണ്ട് ബെഡിലേക്ക് കിടന്നു. എണീറ്റേ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്.
കരച്ചിലാക്കി പിടിച്ച് അവൾ പറഞ്ഞു. നിന്നോട് എണീക്കാനാ പറഞ്ഞേ. ദത്തൻ്റെ ശബ്ദം വരുന്നതും അവൾ എണീറ്റിരുന്നു. ദത്തൻ ബെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരിക്കുന്ന ശേഷം വർണ്ണയെ തൻ്റെ മടിയിലേക്ക് കയറ്റിയിരുത്തി തനിക്ക് നേരെ പിടിച്ചു. പേടിച്ചോ? സങ്കടമായി എൻ്റെ കുട്ടിക്ക്? ദത്തൻ അവളുടെ മുഖം കയ്യിലെടുത്ത് നെറ്റിയിൽ ഉമ്മ വെച്ചു. വർണ്ണ തലയാട്ടിക്കൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു. കുഞ്ഞെ, സോറി, അറിയാതെ ദേഷ്യപ്പെട്ടതാടാ. എൻ്റെ കുട്ടി നല്ല കുട്ടിയല്ലേ, എന്നെ പോലെയല്ല. ദത്തൻ തെമ്മാടിയായിരുന്നു. കള്ള് കുടിച്ച് അടിപിടി കൂടി ചീത്ത കൂട്ടുകെട്ടിയൊക്കെ ആയിട്ട് നടന്നവനാ. പക്ഷെ എൻ്റെ കുട്ടി അങ്ങനെയാണോ? അല്ല, ഗുഡ് ഗേൾ അല്ലേ. അതുകൊണ്ട് ദത്തൻ എൻ്റെ കുട്ടിയെ വഴക്ക് പറഞ്ഞേ. അതിന് തെണ്ടി എന്ന് പറയുന്നത് ചീത്ത വാക്കാണോ? സാധാരണ പറയണല്ലേ. ഇവളെ ഇന്ന് ഞാൻ. ദത്തൻ അവളെ തൻ്റെ മേൽ നിന്ന് അടർത്തി മാറ്റാൻ നോക്കിയെങ്കിലും പറഞ്ഞ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ വിട്ടുമാറാതെ മുറുകെ പിടിച്ചിരുന്നു. ഇനി ഞാൻ പറയില്ല ദത്ത, വഴക്ക് പറയല്ലേ. അവൾ എൻ്റെ മേലിലേക്ക് ചേർന്ന് കിടന്നു. ദത്തൻ അവളെ തന്നെ നടത്തി മാറ്റി ബെഡിലേക്ക് കിടത്തി. ശേഷം അവളെ ചേർത്ത് പിടിച്ച് അവനും പതിയെ ഉറങ്ങി. വാട്ട്? അതെ അച്ഛാ, ഞാൻ പറഞ്ഞു സത്യ. ദേവ വീണ്ടും ജോലിക്ക് കയറാൻ തീരുമാനിച്ചു. ജോലിയെ കയറിയാൽ അവൻ ആദ്യം കുത്തിപ്പോകുന്ന അച്ഛൻ്റെ ഡ്രഗ് ഡീറ്റെയിൽസ് ആൻഡ് കേസായിരിക്കും. അങ്ങനെ പെട്ടെന്ന് എന്നെ പൂട്ടാൻ അവന് കഴിയില്ല. 4 വർഷം മുമ്പെയുള്ള ചന്ദ്രശേഖരനല്ല ഇപ്പം ഞാൻ. പണം കൊണ്ട്, പദവി കൊണ്ട്, സ്വാധീനം കൊണ്ട് ഒരുപാട് മുകളിലാണ്. അവനെപ്പോലെ ഒരു പിയർ IPS വിചാരിച്ച എന്നെ ഒന്നും പൂട്ടാൻ കഴിയില്ല. അവൻ്റെ കയ്യിൽ എന്തൊക്കെയോ തെളിവുകളുണ്ട്. എന്ത് വില കൊടുത്തും അവൻ്റെ നാളത്തെ പോക്ക് ഇല്ലാതാക്കണം അച്ഛാ. നീ എന്താ വിചാരിച്ച ഭാരതി? നിന്റെ അച്ഛൻ അത്രയ്ക്ക് മണ്ടനാണെന്നോ? നിങ്ങൾക്കൊക്കെ മനസ്സിൽ കാണുമ്പോൾ ഞാനതങ്ങ് മാനത്ത് കാണും. അവൻ നാളെ എങ്ങോട്ടാ പോകുന്നതെന്ന് നീ പറയാതെ തന്നെ ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷെ ഞാൻ നിന്നോടത് പറഞ്ഞില്ല. കാരണം നീ അവൻ്റെ ഇപ്പോഴത്തെ വലം കൈയാണല്ലോ. നീ ഇത്ര പെട്ടെന്ന് കാലും വരെ അവൻ്റെ ഭാഗം ചേരുന്ന് ഞാൻ കരുതിയില്ല. അച്ഛൻ എന്താ കരുതിയേ? ഞാൻ അവൻ്റെ കൂടെയാണെന്നോ? അതൊക്കെ എൻ്റെ അഭിനയല്ലേ. അവന് വെറുപ്പിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ ഒരു സ്നേഹനാടകം അല്ലേ അതെല്ലാം. എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം അച്ഛനെതിരായ ആ തെളിവുകൾ അവൻ്റെ കയ്യിൽ നിന്നും കൈപ്പറ്റുക എന്നതാണ്. അതിന് ഈ സ്നേഹനാടകം തുടർന്നു പോകണം. നീ അച്ഛൻ്റെ മകൻ തന്നെ. കുറച്ച് ദിവസത്തേക്കാണെങ്കിലും ഞാൻ നിന്നെ സംശയിച്ചു പാർത്തി. നീ അവൻ്റെ പക്ഷം ചേർന്ന് നിന്ന് എന്നാലും അവനെ സൂക്ഷിക്കണം. കൂടെ നിന്നുള്ള വിശ്വാസവഞ്ചന അവൻ പൊറുക്കില്ല. സൂത്രശാലി അവൻ. കുറുക്കൻ്റെ ബുദ്ധിയാ. കള്ളത്തരങ്ങൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കും. അവനെ നേരിട്ട് എതിർക്കാൻ നമുക്ക് കഴിയില്ല. പിന്നിൽ നിന്നേ പണിയാൻ കഴിയുള്ളൂ. അതിനുള്ള ആയുധം അവനായി തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ചന്ദ്രൻ ക്രൂരമായി ഒരു ചിരി ചിരിച്ചു. വർണ്ണ? പാർത്തി ചോദിച്ചു. അതെ, അവൾ തന്നെ. ആ പിയർ പെണ്ണിലാണ് അവൻ്റെ ജീവൻ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവനത് താങ്ങാൻ കഴിയില്ല. അവനെ മെൻ്റലി തളർത്താൻ വർണ്ണ മാത്രം മതി. എന്നാൽ അവൾക്ക് എന്താ ഇത്ര വലിയ പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലാവാത്തേ. അവൾക്ക് വേണ്ടി അവൻ ജീവൻ വരെ കളയും. അതിന് മാത്രം എന്താ അവൾക്കുള്ളേ? ശരിക്കും പ്രാന്ത്, അല്ലാതെ എന്താ പറയുക? ചന്ദ്രശേഖരൻ പറഞ്ഞു. അതെ അച്ഛാ, അവന് പ്രാന്താ. പ്രണയം എന്ന പ്രാന്ത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നിങ്ങളുടെ റേറ്റിനും കമൻറ്റിനും അനുസരിച്ചിരിക്കും കേട്ടോ നാളത്തെ പാർട്ടിൻ്റെ ലെങ്ത്ത്. അപ്പോൾ 2 പാർട്ട് റെക്കോർഡ് ചെയ്യാൻ നോക്കാം. ഉറപ്പില്ല, ഞാൻ വാക്ക് തരണമൊന്നുമില്ല കേട്ടോ. എന്നാൽ ശരി, കമൻ്റ് ഇടാൻ മറക്കരുത്. ബൈ, താങ്ക് യു.